നമ്മളെല്ലാവരും ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ ബ്യൂട്ടി സലൂണിൻ്റെ 3rd ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് അവിടുത്തെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയാണ് കേട്ടോ. ഇത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഫാരി മാളുണ്ടല്ലോ, ഷാർജ സഫാരി മാളിൻ്റെ 2nd ഫ്ലോറിലാണ്, പ്ലേ ഏരിയ സെക്ഷനിലാണ്. അങ്ങനെ കുറച്ച് അധികം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുബൈലത്തുൽ അസ്ലമി, അങ്ങനെ കുറേ നല്ല ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ സൈറ ബ്യൂട്ടി സലൂണിൽ പോയിട്ടില്ലാത്തൊരു അജ്മാൻ, ഷാർജ, ദുബായിലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് പോയി ആ സർവീസ് ഒന്ന് ചെയ്യേണ്ടതാണ്. നല്ല അടിപൊളി സർവീസാണ്. അതേ കണക്ക് തന്നെ അവർക്ക് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നും ഇതേ കണക്കണ്ട കുറേ അധികം ആനിവേഴ്സറിയൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു സെലിബ്രേഷൻ ഡേ ആയിരുന്നു. നമ്മുടെ ഫെബ്രുവരി 12 വൈകിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് സെറിമണിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അക്കാ? സൈറ ബ്യൂട്ടി സലൂൺ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്യൂട്ടി സലൂണാണ്. അത് അവരുടെ സർവീസ് മാത്രമല്ല, അതിൻ്റെ ഓണറും പ്രൊപ്പറേറ്ററുമായിട്ടുള്ള ശ്രീമതി സൈറ ബീവിയുടെ ഒരു സഹകരണം കൂടിയാണ് ആ സ്ഥാപനത്തിൻ്റെ വിജയം. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്തരം ഒത്തുകൂടലുകളൊക്കെ നമ്മൾ പ്രവാസികളായിട്ടുള്ളവർക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണുവാനും വിശേഷങ്ങൾ കൈമാറുവാനും നേരിട്ട് സംസാരിക്കുവാനും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനൊക്കെ കിട്ടുന്നൊരു വലിയ അവസരമാണ്. ഈ അവസരം നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് വളരെ വലിയൊരു റിലീഫാണ് നൽകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വേളകൾ സംഘടിപ്പിക്കുന്ന ഏതൊരു സ്ഥാപനവും അതിൻ്റെ പിറകിൽ സംഘടിപ്പിക്കുന്ന സംഘാടകരും എന്നും ഒരു പ്രത്യേക സ്നേഹം നേടാറുണ്ട്. അപ്പം പരസ്പരം മനുഷ്യരെ കാണുവാനും സംസാരിക്കുവാനും സഹകരിക്കുവാനും കിട്ടുന്ന സോഷ്യൽ ഇടങ്ങളെപ്പോലെ തന്നെ റിയൽ ഇടങ്ങൾ, യഥാർത്ഥ ജീവിതത്തിലെ സന്ദർഭങ്ങൾ വളരെ വലുത് തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇവർക്കെല്ലാവർക്കും പരസ്പരം കാണുവാനും വിശേഷങ്ങൾ കൈമാറുവാനും ഒക്കെ അവസരം ഒരുക്കിയ സൈറ ബ്യൂട്ടി സലൂണിൻ്റെ 3ാം വാർഷികം വളരെ അതിഗംഭീരമായിട്ട് തന്നെയാണ് നടന്നത്. സൈറയുടെ ഫാമിലിയൊക്കെ നിന്നുകൊണ്ട് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതൊരു വലിയ ഒരു ചെറിയ ചടങ്ങാണെങ്കിലും ഒരു വലിയ ഇമ്പാക്റ്റ് നൽകുന്ന, വലിയൊരു സന്തോഷം നൽകുന്ന ഒരു അവസരമായിരുന്നു. ഇല്ലേ ഷീജ? അതെ, എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സെലിബ്രേഷൻ തന്നെ ആയിരുന്നു. അപ്പം ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് ആനിവേഴ്സറിയൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്നും എല്ലാവരും മസ്റ്റായിട്ടും നമ്മുടെ സൈറ ബ്യൂട്ടി സലൂൺ സഫാരി മാളിൻ്റെ 2nd ഫ്ലോറിൽ പോവുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയ്ക്ക് നല്ല സർവീസാണ്. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സർവീസോ ഒരു ഡ്രസ്സോ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പബ്ലിസിറ്റിയിൽ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ സൈറ ബ്യൂട്ടി സലൂണിൽ പോവുക, വിസിറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ എവിടെ പോയാലും സർവീസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് പോയിട്ട് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനും സർവീസ് നിങ്ങൾക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഫീഡ്ബാക്ക് പറയുക. അതെ, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പാക്കേജുകളുണ്ട്. ആ പാക്കേജുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവരതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ വളരെ കുറച്ച് പൈസയിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതിൻ്റെ പാക്കേജുകൾ എടുത്താൽ മതിയാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ തന്നെ പോയി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു 18 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പ്രൈസിൽ നല്ല സർവീസ് ചെയ്യുന്ന ഒരു സലൂൺ തന്നെയാണ് സൈറ ബ്യൂട്ടി സലൂൺ. ഇപ്പോഴത്തെ എൻ്റെ ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും നിങ്ങൾ സൈറ ബ്യൂട്ടി സലൂണിൽ പോകുക, നിങ്ങൾ അവിടുത്തെ സർവീസ് ചെയ്യുക. അതേ കണക്കാണ് ഇനി അവർക്ക് ഉടനെ തന്നെ നമ്മുടെ അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ആക്കുന്നുണ്ട്. ആ ഓപ്പൺ പ്രമാണിച്ചിട്ട് നല്ല അടിപൊളി ഓഫറും കാര്യങ്ങളാണ് അവർ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. വളർന്നു വരുന്ന കലാകാരി മുഹൈസിനയുടെ അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ്, ഫുഡ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാട്ടും കേട്ടിട്ടാണ് നമ്മളെല്ലാവരും ഇന്നലെ അവിടെ നിന്നും പിരിഞ്ഞത്. എന്തായാലും സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പാട്ടിലോട്ട് തന്നെ കടക്കാമെന്ന് കരുതി അങ്ങനെ അടിപൊളി കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി നമുക്ക് പാട്ട് കേൾക്കാം. ഹാപ്പി വാലന്റൈൻസ്.